ഹാബിറ്റ്സിന്റെ ലാസ്റ്റ് ലെക്ചറിലേക്ക് കടക്കാണ്. നമ്മൾ മുന്നേ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന്റെ URL ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ ഒരു പേര് ഇട്ട് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ, ഹെഡ്ലൈൻ കാര്യങ്ങൾ ഇട്ട് കൊടുത്തു. നമ്മൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് 500 എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് വലിയ എമൗണ്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിലേക്ക് വന്നെത്തണം. ഈ പബ്ലിഷ് ക്യാമ്പയിൻ എന്നുള്ളൊരു ബട്ടണിലേക്ക് വന്നെത്തുമ്പോൾ നമ്മുടെ ആഡ് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. കണ്ടോ? ഈ ലെഫ്റ്റിൽ കണ്ടോ? ഈ സെർച്ച്, ബിഡിങ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ വരെ എത്തി. ഇതിൽ നമ്മൾ പബ്ലിഷ് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് നെക്സ്റ്റ് പേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേയ്മെന്റ് അടയ്ക്കുക. 500 റുപ്പീസ് എത്രയും വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്ത് അടയ്ക്കുക. അതിനുശേഷം നമ്മുടെ ആഡ് ലൈവ് ആവാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ റിസൾട്ട്? ഏതെങ്കിലും ഒരാൾ നമ്മൾ ഇതുപോലൊരു സെർച്ച് ഇടാണ്. അപ്പോൾ ആൾക്ക് വരാൻ പോകുന്ന റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും. കണ്ട, ഇംഗ്ലീഷ് മിത്ര കയറി വന്ന കണ്ട, സ്പോൺസേഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മിത്ര ഗൂഗിളിന് പൈസ കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിന് പൈസ കൊടുത്തിട്ട് അവര് റാങ്കിങ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വരുന്ന ലിങ്കിൽ അയാൾ ക്ലിക്ക് ചെയ്യും, കസ്റ്റമർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് മിത്രയുടെ പൈസ പോവാണ്, ഒരു ക്ലിക്കിന് പൈസ പോവാണ്. അവർക്കൊരു സ്റ്റുഡൻറ്റിനെ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഇൻകം ആയി. അപ്പോൾ ആൾ ഇവിടെ എത്തി. അതിനുശേഷം കോഴ്സസ് ചെക്ക് ചെയ്യണു, അതിനുശേഷം എൻക്വയറി ചെയ്യണു, എന്നിട്ട് പേയ്മെന്റ് ചെയ്യണു, ജോയിൻ ചെയ്യണു. അപ്പോൾ അവർക്കൊരു ബിസിനസ് കിട്ടി. അതേപോലെ നിങ്ങളുടെ ബിസിനസ് ഇവിടെ വരും. പിന്നെ ഇതുപോലെ തന്നെ വേറെ വെബ്സൈറ്റുകളൊക്കെ അടിയിൽ വരുന്നുണ്ട്. സ്പീക്ക് ഈസി വരുന്നുണ്ട്, എൻട്രി ആപ്പ് വരുന്നുണ്ട്, അങ്ങനെ പലതും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിസിനസ് ഇതുപോലെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ സ്റ്റെപ്പുകൾ പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക, പലതവണ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അവരവരുടെ ബിസിനസ് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ തുടർന്ന് കാണുക. അതുപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക്സ് നമ്മൾ ഇത് ഒരുമിച്ച് പഠിക്കാം. താങ്ക് യു.